ഇടക്കൊച്ചി, പള്ളൂരുത്തി, തോപ്പുംപടി, മുണ്ടംവേലി പ്രദേശങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് എറണാകുളം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെത്തി. തുടർന്ന് ഇതിനു പരിഹാരമായി വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ചർച്ച നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു. തോപ്പുംപടി, പള്ളൂരുത്തി, ഇടക്കൊച്ചി മേഖലകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരവുമായി എത്തിയത്. മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കൂടുതൽ വർക്ക് ഓപ്പറേഷൻസ് കാര്യക്ഷമമായി നടത്തി എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ ജലത്തിന്റെ ലഭ്യതയനുസരിച്ച് പമ്പിംഗ് നടത്താൻ 10 ദിവസത്തിനകം നടപടികൾ സ്വീകരിക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ യോഗത്തിൽ ഉറപ്പു നൽകി. പഴയ പമ്പ് സെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും വാട്ടർലാൻഡ് റോഡിൽ വാര്യം ജംഗ്ഷനിൽ വൈദ്യശാലയുടെ സമീപം വെള്ളം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുമെന്നുമാണ് യോഗം തീരുമാനിച്ചത്. പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിരന്തര സമരമായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം. അവിടെ നിന്ന് ക്രമാതീതമായ ഒരു മറുപടി ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഇന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മരുന്നുകടയിൽ ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ തോത് 20 MLT നമുക്ക് ലഭിക്കുന്നത് 16 MLT വെള്ളമാണ്. 4 MLT വെള്ളത്തിന്റെ കുറവ്. 4 MLT വെള്ളത്തിന്റെ കുറവുണ്ടാകുമ്പോൾ കോണം, കച്ചേരിപ്പടി, പെരുമ്പടപ്പ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം എത്താത്ത സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ കരുവേലിപ്പടി ഭാഗത്ത് നമുക്ക് ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ തോത് ഏകദേശം 32 MLT ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26 MLT. 6 MLT വെള്ളത്തിന്റെ കുറവാണ് ഈ മേഖലകളിൽ നേരിടുന്നത്. അങ്ങനെ പശ്ചിമ കൊച്ചിക്ക് ലഭിക്കേണ്ട വെള്ളത്തിന്റെ 10 MLTയുടെ കുറവ് നേരിട്ട് അത് എറണാകുളം നഗരത്തിലേക്ക് വികേന്ദ്രീകരിച്ചു വിടുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധിച്ചാണ് ഇന്ന് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരാവോ ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഈ ഗരാവോ ചെയ്തപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് മരുന്നുകട പമ്പ് ഹൗസിലെ പമ്പുകൾ 22 വർഷം പഴക്കമുണ്ട്. ആ പമ്പുകളുടെ പകരാർ മൂലം അവിടുത്തെ ജനങ്ങൾക്ക് പമ്പിംഗ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പഴക്കം ചെന്ന പമ്പ് സെറ്റുകൾ നീക്കം ചെയ്യാമെന്നുള്ള ഉറപ്പ് ഇവർ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ പരമ്പരാഗതമായി വർഷങ്ങളായി കൊച്ചിക്ക് ലഭിച്ചിരുന്ന ഉച്ചക്ക് 1.5 മണിക്കത്തെ പമ്പിംഗ് നിർത്തിവെച്ചിട്ട് മാസങ്ങളായി. ആ ഉച്ചക്ക് 1.5 മണിക്കത്തെ പമ്പിംഗ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ രേഖാമൂലമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ സമരം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉറപ്പുകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകും. ഉപരോധ സമരത്തിന് KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, DCC സെക്രട്ടറി NR ശ്രീകുമാർ, PP ജേക്കബ്, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, CX ജൂഡ്, VF ഏണസ്റ്റ്, സജി തേങ്ങാപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.